അപ്പോൾ ഗൈസ് ഇന്ന് ചെക്ക നല്ല കിടിലം ബിരിയാണി ഉണ്ടാക്കുന്നവരാണ്. നമുക്ക് നോക്കി വെക്കാം. ചെക്ക ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ റെഡി ആയിക്കാണ് അല്ലേ? അപ്പോൾ എന്താ കാര്യങ്ങൾ? ഞാനില്ലേ ഇന്ന് മൊത്തം യൂട്യൂബൊക്കെ നോക്കി എങ്ങനെ ബിരിയാണി ഉണ്ടാക്കണമെന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കണം. സാധനങ്ങളൊക്കെ ഇവിടെ റെഡി. സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. നമ്മൾ പച്ചക്കറി ഇതൊക്കെ മതി. പിന്നെ നമുക്ക് ഉണ്ടാക്കും മാത്രമല്ല ചിക്കന്. അരിയോടെ അരി പിന്നെ ചിക്കൻ ബിരിയാണി മസാല ഒന്നുമില്ലേ? അതെ. അപ്പോൾ തുടങ്ങാൻ പോവാണ്. ആദ്യം നന്നായിട്ടൊന്ന് കഴുകുക. അപ്പോൾ ഒക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് പരിപാടിയും തുടങ്ങാം. നമ്മളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മേടിച്ചിട്ടില്ല. ഓയിൽ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കി വെക്കാം. നമ്മൾ വേറെ ചെയ്യാറില്ലല്ലോ. എവിടെ ഈ കാട്ടുബുക്കിൽ ഇവിടെ സ്റ്റോർ ഉണ്ടോ? ഇല്ല. അടുത്ത് ഉണ്ടാക്കാതെ വേറെ വകുപ്പില്ല. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകി നല്ല വാഷ് ചെയ്യാം. പൊളിച്ച് ഓൾറെഡി ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തത് അരി കഴുകുക. ഈ അരി ഓവറാണോ? ഇപ്പം നമ്മൾ അരിയൊക്കെ ഫുള്ള് കഴുകിയിട്ടുണ്ടെങ്കിൽ അടുത്ത പണി നമുക്ക് സിലിണ്ടർ കണക്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഉള്ളി വാട്ടാം. പക്ഷെ ഓയിലൊന്നുമില്ല. കണ്ടോ? ഓയിലില്ല, പക്ഷെ വെള്ളം കൊണ്ട് നമ്മൾ ഉപ്പിടാം. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ്. പച്ചവെള്ളത്തിൽ ഉള്ളി ഏകദേശം വാടി തുടങ്ങി. നമുക്ക് തക്കാളി ഇടാം. ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ട് ഇടാം. നല്ലല്ലേ? നന്നായിട്ട് ഇളക്കാം. ബിരിയാണിയിൽ ഇങ്ങനെ മസാല ഇടുമെന്ന് അറിയില്ല, എന്നാലും ഇടാണ്. കുറച്ച് മഞ്ഞപ്പൊടി, പേരിന് കുറച്ച് മുളകും പൊടി, പേരിന് നമ്മൾ ചിക്കൻ ഇടാണ്. ബിരിയാണി മസാല മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റിന് മേലെ നമ്മൾ വെച്ചിട്ടോ. ഇത്രയൊക്കെ മതി. ചിക്കനൊക്കെ ആയി. അപ്പം ഞാൻ അടുത്ത നമുക്ക് അരി ഇടാം. അരി പിന്നെ മേലെ ഇടല്? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ എനിക്കറിയാം. വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണം. മസാല ഒക്കെ ഇങ്ങനെ തന്നെ. ഇത് കണ്ടോ? ഈ സാധനം കണ്ടോ? വീഡിയോ നമ്മൾ എന്താ ഇടണം? ഇനി കുറച്ച് ഇതൊക്കെ ഇടാം. അത് ലാസ്റ്റ് ആയിട്ട് അല്ലല്ല, അപ്പോഴാണ് അത് വേവണം. അത് കുറച്ച് ഇത് ഒരു 2 ഇട്ട് കൊടുക്കാം. ഐ തിങ്ക് സോ. ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. മൂടിയേക്കാം. സൈഡിലും ഉണ്ട് കല്ലും കൂടെ ഒക്കെ അല്ലേ? ദമ്മാവൻ. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. തുറക്കട്ടെ. കറക്റ്റ് അല്ലേ സാധനം? എണ്ണ ഇല്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അടിപൊളി. എന്താ പാടി? ഇനി ഇളക്കണ മസാല എല്ലാത്തിലും പിടിക്കണ്ടേ? ഹെൽത്ത് ബിരിയാണിയാണ്. ഒരു ഡിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയില്ലേ? ഒരു ചിക്കൻ്റെ പീസ് എടുക്കുക. ഉപ്പൊക്കെ ഉണ്ടെന്നാവും ഒന്ന് പറയണ കേട്ടോ. ചോറ് കുറച്ച് വേവ് കൂടി. എന്നാലും ഒന്ന് പറഞ്ഞേ. അങ്ങനെ സീരിയസ് ആയിട്ട് പറയും. പഠിച്ചാൻ സത്യോ അങ്ങനെ. അപ്പൊ ഞാൻ കഴിക്കാം. അത്രേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാല് ഞാൻ ഇങ്ങനെയും ടേസ്റ്റ് ഉണ്ടാവില്ല വിചാരിച്ചില്ല. ഓയിലില്ലല്ലോ. ഓയിൽ ഇത് ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചിക്കൻ മസാല ഇട്ടോണ്ടാണ് അറിയില്ല. ഞാൻ കഴിച്ചു നോക്കാണേ. കഴിച്ചു നോക്കിയാ അടിപൊളി എന്താന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ചിക്കൻ പീസ് എടുത്തേക്ക്. ആണ് നല്ല ഫ്ലേവർ ഉണ്ടാ. അതന്നെ ഞാൻ പറയണേ. ഞാൻ ഉണ്ടാക്കി തന്നെയാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയൊന്നും കുറച്ചും കൂടി നേരത്തെ എടുത്തുകാന്നുണ്ട്. അല്ലതീ കിട്ടി. അതെ കുറച്ച് കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി ഒരു രക്ഷയില്ല. ഞാൻ ഉള്ളതുകൊണ്ട് പറയാണ്. ഞാൻ വീഡിയോയിൽ കാണാൻ ചിലപ്പോൾ അടിപൊളിയായിരിക്കും. നേരിട്ട് വന്ന് കഴിച്ചു നോക്കണം. കാരണം ഇതിൽ ആദ്യം വിചാരിച്ചു ഓയിലില്ല, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതങ്ങനല്ല. പക്ഷെ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ വെച്ചാൽ വേവ് ഇച്ചിരി കൂടി. അത് നോർമൽ അല്ലേ? ആരായാലും തുടങ്ങുമ്പോൾ ഉണ്ടാവല്ലോ. നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാട്ടോ. ഹെൽത്തി ബിരിയാണി മാത്രം. എവിടെ തുടങ്ങാം? അപ്പോൾ ബിസിനസ് മെയിൻ ആയിപ്പോ. അപ്പോൾ ഓക്കെ, ബൈ.